ഹാപ്പി ഡിവേഴ്സ് ഡേ. ശ്രീമൻ ഷിജു തോമസും അനീറ്റയും തമ്മിലുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് ഈ കോടതി റദ്ദ് ചെയ്യുന്നു. പരസ്പര സമ്മതത്തോടു കൂടെയുള്ള ഇരു കൂട്ടരുടെയും ജോയിൻ്റ് പെറ്റീഷൻ അടിസ്ഥാനത്തിൽ ഈ ദമ്പതികൾക്ക് വിവാഹമോചനം നൽകുന്നു. ചെവി കുളിർക്കുന്ന ആ വാർത്ത ഇരുവരും കോടതിയിൽ ബെഞ്ചിലിരുന്ന് കേട്ടാസ്വദിച്ചു. വളരെ സന്തോഷം നൽകുന്ന കോടതി വിധി ഇരു കൂട്ടർക്കും സ്വീകാര്യമായി, സന്തോഷമായി. വീട്ടിലെത്തിയ ഷിജു ആലോചിച്ചു. ഹാവോ, ശ്വസിക്കുന്ന കാറ്റിന് പോലും എന്തൊരു സൗരഭ്യം, സുഗന്ധം. ആ കുഞ്ഞുനാൾ മുതൽ 28 വയസ്സ് വരെ ആനന്ദിച്ച പരമസുഖം വീണ്ടും തിരിച്ചു കിട്ടിയതുപോലെ. വീട്ടിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ചു. ഹായ്, എന്തൊരു രുചി. ജോലി കഴിഞ്ഞ് വന്നാൽ അനീറ്റയോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ കിട്ടാൻ എന്തൊരു പാടാ. ഞാൻ മിക്സിയിൽ നാളത്തേതിന് അരയ്ക്കുകയാണ്, പൊടിക്കുകയാണ്. ഷിജു ചെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുടിച്ചേട്ടെ. പക്ഷെ താൻ പോകുമോ? കുടിക്കുകയുമില്ല. വൈകിട്ട് ജോലി കഴിഞ്ഞ് വന്ന തൻ്റെ സുഹൃത്തുക്കളെ കൂടാൻ പോയാലോ? 9 മണിയാകുമ്പോഴേക്കും തിരിച്ചു വരണം. എന്തൊരു താക്കീത്. ഹാവു, ഇപ്പോൾ എത്ര മണി വരെ വേണമെങ്കിലും രാത്രി ടൗണിലും മറ്റു സുഹൃത്തുക്കളുടെ കൂടെയും കറങ്ങാം. അധിക സമയം ഈ ഫോണിൽ ചാറ്റ് ചെയ്യാലോ, സംസാരിച്ചാലോ. ആരാ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വരവുണ്ടല്ലോ, അച്ചോടാ, അതൊന്നും ഇനി ഉണ്ടാവില്ല. ഓർക്കും തോറും ഷിജുവിന് ആനന്ദവും ആവേശവും കൂടി വന്നു. വർഷം 1 കഴിഞ്ഞു. പിറ്റേ ദിവസം ആ ഡേറ്റിൻ്റെ തലേന്നാൾ. ഷിജു സാർ, മൊത്തം വീട് അലങ്കരിക്കണമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളുടെ വണ്ടിയും വർക്കേഴ്സും അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ എവിടെയൊക്കെ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. ശരി, പോന്നോളാൻ പറഞ്ഞു. അവരോട് ഞാൻ വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കാം. ഈ പരിപാടിയുടെ ഭാഗമായി ഞാൻ ഈ ആഴ്ച ലീവാണെന്നറിയാലോ. ഷിജു വളരെ ആഹ്ലാദത്തിലാണ്. ഡൈവേഴ്സ് വാർഷികം അതിഗംഭീരമായി നടത്താനാണ് അയാളുടെ ആഗ്രഹം. നാട്ടിലുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഓഫീസിലും മറ്റും പരിചയമുള്ള സുഹൃത്തുക്കളെയും എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് അതിവിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാൻ അയാൾ തീരുമാനിച്ചു. തനിക്ക് ജീവിതത്തിൽ പറ്റിപ്പോയ ഏറ്റവും വലിയ തെറ്റാണ് വിവാഹം എന്ന സംഭവം അയാൾ പറഞ്ഞു. ഇനി നമ്മുടെ നാട്ടിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ യുവ സംഘടനകൾ ബാച്ചിലർ ടീം രൂപീകരിച്ചു കഴിഞ്ഞു. ഇനി അവർ വിവാഹം കഴിക്കില്ല. വിവാഹത്തിനായി പെണ്ണിനെ അന്വേഷിച്ചു പോകുമ്പോൾ പെൺകുട്ടികളെ അമ്മമാരും അച്ഛന്മാരും ഡിമാൻഡ് കേട്ട് സഹിച്ച് അവർ മടുത്തതാണ് ഇങ്ങനെ ഒരു സംഘടന രൂപം കൊള്ളിക്കാൻ തീരുമാനമായിരിക്കുന്നത്. ഇനി കെട്ടിയാലോ? അത് ഷിജു ജീവിതത്തിൽ അനുഭവിച്ചു കഴിഞ്ഞു. ഇതുപോലുള്ള സംഘടനകൾ നാട്ടിലെന്നല്ല കേരളത്തിൽ മുഴുവൻ രൂപീകരിക്കണം. ഒരു ചെറുപ്പക്കാരും ഇനി ദുഃഖിക്കരുത്. അതിന് കാരണമാകുന്ന ഈ വിവാഹം എന്ന ചടങ്ങ് കഴിക്കരുത്. കേരളത്തിലുള്ള ഇതിൻ്റെ പല സംഘടനകളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ താൻ ഇതിൻ്റെ നേതൃത്വം വഹിക്കും ഷിജു തീരുമാനിച്ചു. നാട്ടിലുള്ള എല്ലാ യുവതികളും മൂത്ത് നരച്ച് ആണുങ്ങളുടെ സാമീപ്യമില്ലാതെ അമ്മ അമ്മ എന്ന് പറഞ്ഞ് നടക്കണം. പിച്ച തെണ്ടണം. ലൈറ്റ് ആൻഡ് സൗണ്ടുകൾ പ്രോഗ്രാമും സ്റ്റേജുകളും ഭക്ഷണത്തിനുള്ള ഐറ്റങ്ങളും ഗംഭീരമായി ഒരുങ്ങി. അല്പസ്വല്പം ഹോട്ട് ഡ്രിങ്ക്സ് വേണമെന്നുള്ളവർക്ക് അതും ഫിറ്റ് ചെയ്യാം. നാളെ വൈകിട്ടത്തോടാണ് പരിപാടി. അങ്ങനെ ആ സുദിനം വന്നെത്തി. വൈദ്യുത ദീപാലങ്കാരങ്ങൾ കൊണ്ട് വർണ്ണശബളമായി അലങ്കരിച്ച വീടിൻ്റെ മുറ്റത്ത് വെച്ച് അതിഗംഭീരമായി ആ പരിപാടി ആഘോഷിക്കപ്പെടുകയാണ്. ധാരാളം സുഹൃത്തുക്കളും വന്ന് മൂക്കുമുട്ട തിന്നുകയും കുടിക്കുകയും ചെയ്ത് ഹാപ്പി ഡൈവേഴ്സ് ഡേ ആഘോഷിച്ചു പോവുകയും ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് കരണ്ട് പോയി. ഷിജു ലൈറ്റ് സൗണ്ട് ഓപ്പറേറ്റർമാരെ ഉച്ചത്തിൽ വിളിച്ചു. പക്ഷേ ജനങ്ങളുടെ കലപില ശബ്ദം കാരണം ആ വിളി കേട്ടില്ല. ഒടുവിൽ അയാൾ ഒറ്റയ്ക്ക് ഇരുട്ടത്ത് തപ്പി തടഞ്ഞുകൊണ്ട് ജനറേറ്റർ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. അതവിടെ ഓഫായി കിടക്കുകയാണ്. കയ്യിലെ മൊബൈലിൽ നിന്നും ടോർച്ച് മിന്നിച്ച് നോക്കി. പെട്രോളും ഡീസലും ചെക്ക് ചെയ്തു. അതൊക്കെ വേണ്ടുവോളം ഉണ്ട്. ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഷിജു ജനറേറ്ററിൻ്റെ ക്രാസീലിൻ്റെ ഹാൻഡിൽ ഇട്ട് ശക്തിയായി കറക്കാൻ തുടങ്ങി. ദേണ്ട മനുഷ്യ, ഒന്ന് ചുമ്മാതിരിക്കുക, ഈ പാതിരാത്രിയിൽ എന്ന് പറഞ്ഞ് മറ്റേ കാല് കൊണ്ട് തൻ്റെ ഒരു കാല് പിടിച്ച് കറക്കുന്ന ഷിജു ചേട്ടൻ ആഞ്ഞു തൊഴിച്ച് താഴെയിട്ടു. ഭാര്യ അനീറ്റയോടൊപ്പം ഒന്നിച്ച് അന്ന് രാത്രി ബോധം കെട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഷിബു സ്വപ്നം കാണുകയായിരുന്നു. ജനറേറ്ററിൻ്റെ ക്രാഷാണെന്ന് കരുതി പിടിച്ച് തിരിച്ചത് ഉറങ്ങുകയായിരുന്ന ഭാര്യയുടെ കാലായിരുന്നു. ഭാര്യയുടെ മാരക തൊഴിയേറ്റപ്പോൾ മാത്രമാണ് ഡൈവേഴ്സ് ഡേ ആഘോഷിക്കുന്ന ആ സുന്ദര മുഹൂർത്തം വെറും സ്വപ്നമാണെന്ന് ഷിജുവിന് മനസ്സിലായത്. അയ്യോടാ. ഇതുപോലുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. നന്ദി, നമസ്കാരം.